നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ചാവക്കാട് ഹനീഫ വധക്കേസിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെയും കോൺഗ്രസ് നേതാവ് ഗോപപ്രതാപനെതിരെയും ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ. തൃശൂരിൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും പിന്നിൽ ഗുണ്ടാ സംഘങ്ങളുണ്ടെന്നും ഗോവിന്ദൻ. കുമ്മാട്ടിക്കളിക്ക് സംഘങ്ങൾക്ക് കോർപ്പറേഷൻ പ്രഖ്യാപിച്ച ധനസഹായം നൽകാത്തതിൽ പ്രതിഷേധം. കോർപ്പറേഷൻ ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറാകണമെന്നും കുമ്മാട്ടി സംഘങ്ങൾ. ഓണത്തിന്റെ മറവിൽ കടൽ മാർഗം വ്യാജമദ്യ സ്പിരിറ്റ് കടത്തുന്നത് തടയാൻ മിന്നൽ പരിശോധന. കടലിൽ പരിശോധന നടത്തുന്നത് മറൈൻ എൻഫോഴ്സ്മെന്റും എക്സൈസ് സംഘവും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉത്രാട കാഴ്ചക്കുല സമർപ്പിക്കാനും തിരുവോണ സദ്യ ഉണ്ണാനുമായി ആയിരങ്ങൾ കണ്ണന്റെ തിരുസന്നിധിയിലെത്തും. വിഷരഹിത പച്ചക്കറി ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്ന ശീലം മലയാളികൾക്ക് മുൻപ് ഉണ്ടായിരുന്നില്ലെന്നും പന്ന്യൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചാവക്കാട് ഹനീഫ വധക്കേസിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെയും കോൺഗ്രസ് നേതാവ് ഗോപപ്രതാപനെതിരെയും ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിലെ ഗ്രൂപ്പ് കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ തൃശൂർ IG ഓഫീസ് മാർച്ചും യുവജന സത്യഗ്രഹവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ. കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. KPCC അന്വേഷിച്ച് ഗോപപ്രതാപനെ പുറത്താക്കിയതിലൂടെ യഥാർത്ഥ പ്രതി ഗോപപ്രതാപനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഗോപപ്രതാപനെതിരെ കേസെടുത്താൽ പിന്നാലെ മന്ത്രി CN ബാലകൃഷ്ണനും കുടുങ്ങും. തൃശൂരിൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകനെയും പിന്നിൽ ഗുണ്ടാ സംഘങ്ങളുണ്ടെന്നും അബ്ദുള്ളക്കുട്ടിയെ കൊലപ്പെടുത്താൻ K സുധാകരൻ തൃശൂരിൽ നിന്ന് ഗുണ്ടകളെ ഏർപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂരിൽ DCC എന്നാൽ ഡിസ്ട്രിക്ട് ക്രിമിനൽ കമ്മിറ്റിയാണെന്ന് TV രാജേഷ് MLA പറഞ്ഞു. സത്യഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCCയിലുള്ളത് മനുഷ്യമുഖമുള്ള മൃഗങ്ങളാണ്. ഹനീഫ വധക്കേസിൽ പ്രതികളായവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഗ്രൂപ്പിന്റെ പേരിൽ കൂടെ കൊടിപിടിക്കുന്ന സുഹൃത്തിനെ കൊലപ്പെടുത്തുന്ന രീതിയിൽ തൃശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം മാറിയെന്നും TV രാജേഷ് MLA പറഞ്ഞു. DYFI ജില്ലാ പ്രസിഡന്റ് KV സജു അധ്യക്ഷത വഹിച്ചു. PK ബിജു MP, UDF ജില്ലാ സെക്രട്ടറി C സുമേഷ്, CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജ്, DYFI ജോയിന്റ് സെക്രട്ടറിമാരായ ഷംസീർ, G മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് TCV. കുമ്മാട്ടിക്കളിക്കായി കോർപ്പറേഷൻ പ്രഖ്യാപിച്ച ധനസഹായം 3 വർഷമായി പല സംഘങ്ങൾക്കും നൽകിയില്ല. കോർപ്പറേഷന്റെ ധനസഹായം ഇത്തവണ 25,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറാകണമെന്നും ജില്ലയിലെ കുമ്മാട്ടി സംഘങ്ങൾ. ഓണനാളുകളിൽ തൃശൂരിന്റെ നാട്ടിടവഴികളിലും നഗരവീഥികളിലും ആവേശം വാരിവിതറുന്ന കുമ്മാട്ടി സംഘങ്ങൾ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ജില്ലയിൽ ചെറുതും വലുതുമായ 70ഓളം കുമ്മാട്ടി സംഘങ്ങളുണ്ട്. കുമ്മാട്ടി ഇറക്കാൻ ഓരോ സംഘങ്ങൾക്കും 3 മുതൽ 6 ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്നതിനാൽ പല സംഘങ്ങളും ഇന്ന് കടക്കെണിയിലായി. പുലിക്കളി പോലെ തന്നെ തൃശൂരിലെ ഓണാഘോഷങ്ങളിൽ കുമ്മാട്ടിക്കും ഏറെ പ്രാധാന്യമുള്ളതിനാൽ ടൂറിസം വകുപ്പിന്റെ ധനസഹായം ലഭ്യമാക്കാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നാളിതുവരെയായിട്ടും നടപടിയുണ്ടായിട്ടില്ല. കുമ്മാട്ടി സംഘങ്ങൾക്ക് 2012 3,000 രൂപയും 2013 5,000-ഉം 2014 6,000 രൂപയും കോർപ്പറേഷൻ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 3 വർഷമായി പല സംഘങ്ങൾക്കും ഈ തുക ലഭ്യമായിട്ടില്ലെന്ന് തൃശ്ശൂർ കുമ്മാട്ടി സംഘം പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് പറഞ്ഞു. കോർപ്പറേഷൻ നമുക്ക് ആദ്യം ഒരു 10 കൊല്ലം മുപ്പാട് തുടങ്ങുമ്പോൾ നമുക്ക് 3,000 രൂപ തന്നത്, അത് പിന്നീട് 5,000 ആക്കി. ഇപ്പം അത് 6,000 നൽകി. 6,000 തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വടക്കുമുറി കുമ്മാട്ടിയൊക്കെ 3 കൊല്ലമായിട്ട് കിട്ടിയില്ല. കാരണം വർദ്ധിപ്പിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും കുറവ് 25,000 രൂപയെങ്കിലും ആക്കണമെന്നാണ് നമ്മളെ കുമ്മാട്ടി സംഘങ്ങളുടെ സംഘടനയായ തൃശ്ശൂർ കുമ്മാട്ടി സംഘം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ ഭാഗത്തുനിന്നും സാമ്പത്തികമായിട്ടുള്ളൊരു സഹായം വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പുറമെ കുമ്മാട്ടി വേഷമണിയാൻ ആവശ്യമായ പർപ്പിടകപ്പുല്ല് ലഭിക്കാത്തതാണ് കുമ്മാട്ടി സംഘങ്ങളെ വലയ്ക്കുന്ന മറ്റൊരു പ്രശ്നം. പർപ്പിടകപ്പുല്ല് നാട്ടിൽ കിട്ടാതായതോടെ മറ്റ് ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വൻ വില നൽകിയാണ് കൊണ്ടുവരുന്നത്. പ്രതിസന്ധികൾക്കിടയിലും ദേശങ്ങളിൽ കുമ്മാട്ടിയൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കാട്ടാളൻ, ഹനുമാൻ, തള്ള, കൃഷ്ണൻ, ഗരുഡൻ തുടങ്ങി വിവിധ മുഖങ്ങളണിഞ്ഞ്
പുല്ലുമടഞ്ഞു കെട്ടിയ കുമ്മാട്ടിക്കൂട്ടങ്ങളും ഫാൻസി വേഷങ്ങളും താളമേളത്തിനൊപ്പം പാട്ടുപാടി കളിക്കുന്നവരും കുമ്മാട്ടി സംഘത്തിൽ ഉണ്ടാകും. കുമ്മാട്ടിക്കൂട്ടം തയ്യാറെടുക്കുകയാണ്. പാട്ടുപാടിയും വാദ്യമേളങ്ങൾക്കൊപ്പം നൃത്തം ചവിട്ടിയും ആർത്തും അട്ടഹസിച്ചും നഗരവീഥികളിൽ ആടിത്തിമിർക്കാനായി. തിരുവോണനാൾ മുതൽ നാലോണനാൾ വരെ കുമ്മാട്ടികൾ തൃശൂരിന്റെ ഇടവഴികളിൽ നിറയും. TCV ന്യൂസ്, തൃശൂർ. ഓണത്തിന്റെ മറവിൽ കടൽമാർഗമുള്ള വ്യാജമദ്യ സ്പിരിറ്റ് കടത്ത് തടയാൻ മിന്നൽ പരിശോധനയുമായി കൊച്ചിൻ മറൈൻ എൻഫോഴ്സ്മെന്റും എക്സൈസ് സംഘവും രംഗത്ത്. വാടാനപ്പള്ളി കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിളും ചാവക്കാട് എക്സൈസ് റേഞ്ചും സംയുക്തമായാണ് കൊച്ചിൻ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായത്തോടെ കടലിൽ പരിശോധനയ്ക്കിറങ്ങിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവ് പ്രമാണിച്ച് മത്സ്യബന്ധന ബോട്ടുകൾ വഴി വ്യാജമദ്യവും സ്പിരിറ്റും കടത്തുന്നത് കണക്കിലെടുത്താണ് അധികൃതർ മിന്നൽ പരിശോധനയ്ക്കെത്തിയത്. ഗോവ, മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് മത്സ്യബന്ധന ബോട്ടുകൾ മുഖേന സ്പിരിറ്റും വ്യാജമദ്യവും കേരളത്തിലേക്ക് കടത്തിയിരുന്നത്. ഇത് തടയുന്നതിനായി വാടാനപ്പള്ളി എക്സൈസ്, കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർമാരായ കെ പ്രദീപ് കുമാർ, TK സജീവ് കുമാർ നമ്പ്യാർ, മറൈൻ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ EP ശരത് ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കടലിൽ മിന്നൽ പരിശോധനയ്ക്കിറങ്ങിയത്. ഈ മാസം 5 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് വ്യാജമദ്യവും സ്പിരിറ്റും കൂടുതലായി കടത്തുകയെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. അഴീക്കോട് മുതൽ ചേറ്റുവ, ചാവക്കാട്, മുനക്കക്കടവ്, പൊന്നാനി അതിർത്തി വരെയുള്ള ഭാഗങ്ങളിലായിരുന്നു മിന്നൽ പരിശോധനയ്ക്കായി അധികൃതർ ഇറങ്ങിയത്. കടലിൽ 10 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുണ്ടായിരുന്ന മത്സ്യബന്ധന ബോട്ടുകളിലും അഴിമുഖം വഴി വന്ന ബോട്ടുകളിലുമായിരുന്നു മിന്നൽ പരിശോധന. ഉദ്യോഗസ്ഥർ മത്സ്യബന്ധന ബോട്ടുകളുടെ രേഖകൾ ശേഖരിച്ചു. മത്സ്യം സൂക്ഷിക്കുന്ന ശീതീകരണ മുറി ഉൾപ്പെടെ ബോട്ടിൽ ശക്തമായ തിരച്ചിലാണ് ഉദ്യോഗസ്ഥർ നടത്തിയത്. വ്യാജമദ്യവും സ്പിരിറ്റും കടത്തുന്നതിനെക്കുറിച്ചറിഞ്ഞാൽ തങ്ങൾക്ക് വിവരം നൽകണമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ ജിജി പോൾ, ചാവക്കാട് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KM അബ്ദുൾ ജമാൻ, വാടാനപ്പള്ളി സർക്കിളിലെ പ്രിവന്റീവ് ഓഫീസർ PB ബെന്നി, കൊടുങ്ങല്ലൂർ എക്സൈസിലെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ PR സുനിൽകുമാർ, TR അബ്ദുൾ നിയാസ്, CK റാഫി, TP രാധാകൃഷ്ണൻ, KK അശോകൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും മിന്നൽ പരിശോധന തുടരാനാണ് അധികൃതരുടെ തീരുമാനം. TCV തൃപ്രയാർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉത്രാടത്തിൽ കാഴ്ചക്കുല സമർപ്പിക്കാനും തിരുവോണനാളിൽ തിരുവോണ സദ്യ ഉണ്ണാനുമായി ആയിരങ്ങളാണ് അമ്പാടിക്കണ്ണന്റെ തിരുസന്നിധിയിലെത്തുക. വ്യാഴാഴ്ച രാവിലെ ശീവേലിക്ക് ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണം. കൊടിമര ചുവട്ടിൽ അരിമാവണിഞ്ഞ് നാക്കില വെച്ച് ക്ഷേത്രം മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി പട്ടിൽ പൊതിഞ്ഞ ആദ്യ കാഴ്ചക്കുല ഭഗവാന് മുന്നിൽ സമർപ്പിക്കും. തുടർന്ന് ഭക്തർ കാഴ്ചക്കുല സമർപ്പിച്ച് തുടങ്ങും. വൈകുന്നേരം വരെ ഭക്തർക്ക് കാഴ്ചക്കുല സമർപ്പിക്കാനാവും. ഭഗവാന് തിരുമൂൽ കാഴ്ചയായി ലഭിക്കുന്ന കുലകളിൽ ഒരു ഭാഗം തിരുവോണ സദ്യയ്ക്ക് പഴപ്രഥമൻ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കും. ഒരു ഭാഗം ആനകൾക്ക് നൽകി ബാക്കിയുള്ളവ ഭക്തർക്ക് ലേലം ചെയ്യും. പണ്ടുകാലത്ത് ജന്മിക്ക് പാട്ടക്കുടിയാന്മാർ കാഴ്ചക്കുല സമർപ്പിച്ച് സന്തോഷിപ്പിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ചടങ്ങാണ് ഉത്രാട കാഴ്ചക്കുല സമർപ്പണം. ഒട്ടേറെ ഭൂസ്വത്തുണ്ടായിരുന്ന ഗുരുവായൂർ ദേവസ്വത്തിൽ പഴയകാലം മുതലുള്ളതാണ് ഉത്രാടക്കുല കാഴ്ച സമർപ്പണം. മുൻകാലങ്ങളിൽ ദേവസ്വം ഭൂമി പാട്ടത്തിനടുത്ത് നടത്തിയിരുന്നവരാണ് കാഴ്ചക്കുല എത്തിച്ചിരുന്നത്. പാട്ടക്കുലകൾ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. ദേവസ്വം പാട്ടഭൂമികൾ ഇല്ലാതായതോടെ ആ നിലയ്ക്കുള്ള കാഴ്ചക്കുലകളുടെ വരവുകളും നിലച്ചു. തുടർന്നാണ് ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിക്കാൻ തുടങ്ങിയത്. തിരുവോണ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് മുഴുവൻ തിരുവോണ സദ്യ നൽകും. ക്ഷേത്രത്തിനകത്തെ ഊട്ടുപുരയിലും പടിഞ്ഞാറേ നടയിലെ അന്നലക്ഷ്മി ഹാളിലുമാണ് സദ്യ നൽകുക. രാവിലെ 10-നാണ് സദ്യ ആരംഭിക്കുക. കാളൻ, ഓലൻ, എരിശ്ശേരി, അവിയൽ, വറുത്തുപ്പേരി, പപ്പടം, ഉപ്പിലിട്ടത്, പഴപ്രഥമൻ എന്നിങ്ങനെയാണ് വിഭവങ്ങൾ. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സദ്യ നൽകുക. തിരുവോണ ദിവസം ഭക്തർക്ക് കണ്ണന് ഓണപ്പുടവയും സമർപ്പിക്കാം. പുലർച്ചെ 4:30 ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യം ഓണപ്പുടവ സമർപ്പിക്കും. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പിച്ചു തുടങ്ങും. രാവിലെ ഉഷപൂജ വരെ ഭക്തർക്ക് പുടവ സമർപ്പിക്കാം. തിരുവോണനാളിൽ മേൽശാന്തി നമസ്കാര സദ്യ നിവേദിക്കും. തിരുവോണ ദിനത്തിൽ രാവിലെയും വൈകിട്ടും മേളത്തോടെ 3 ആനകളോട് കൂടിയ കാഴ്ച ശീവേലിയും ഉണ്ടാവും. TCV ന്യൂസ്, ഗുരുവായൂർ. വിഷരഹിത പച്ചക്കറി ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ച VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ പച്ചക്കറി സ്റ്റാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്ന ശീലം മലയാളികൾക്ക് മുൻപ് ഉണ്ടായിരുന്നില്ലെന്നും പന്ന്യൻ പറഞ്ഞു. CPI ജില്ലാ കമ്മിറ്റി അംഗം TK സുധീഷ് അധ്യക്ഷനായിരുന്നു. P മണി, ഡോക്ടർ രഞ്ജൻ S കരിപ്പായി, പ്രൊഫസർ മീനാക്ഷി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ ആരംഭിച്ച വിഷരഹിത ജൈവ പച്ചക്കറി വിപണി ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് നിർവഹിച്ചു. CPI ജില്ലാ നിർവാഹക സമിതി അംഗം MR സോമനാരായണൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ, PK വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. മരുന്നിന്റെ പാർശ്വഫലം മൂലം കിടപ്പിലായ വീട്ടമ്മയുടെ നിലയിൽ പുരോഗതിയില്ല.
ആശുപത്രിക്കെതിരെ നൽകിയ പരാതിയിൽ ഇതുവരെയും പോലീസ് നടപടിയെടുത്തിട്ടില്ല. ഡോക്ടറുടെ അനാസ്ഥയിൽ നൽകിയ ഒരു ഇഞ്ചക്ഷനിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടത് പാലക്കൽ വലിയ പറമ്പിൽ രാജേഷിന്റെ ഭാര്യ ശ്രീദേവിക്കാണ്. കാലിലെ വേദന മൂലം കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ശ്രീദേവിക്ക് ഡോക്ടർ ഇഞ്ചക്ഷൻ നിർദ്ദേശിക്കുകയായിരുന്നു. അലർജിയുണ്ടെന്ന് പറഞ്ഞിട്ടും വകവയ്ക്കാതെ നൽകിയ ഇഞ്ചക്ഷൻ മൂലം ശ്രീദേവി അബോധാവസ്ഥയിലായി. ആശുപത്രിക്കെതിരെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. നഴ്സിനെതിരെ നിസ്സാര കുറ്റം ചുമത്തി പോലീസ് ആശുപത്രി അധികൃതരെ സഹായിക്കുകയാണെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു. ഇരട്ട പെൺകുട്ടികളാണ് ശ്രീദേവിക്ക്. ഇവരിൽ ഒരാളെ മരുന്ന് കഴിച്ച് അവശയായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാലിലെ വേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ ശ്രീദേവിക്ക് ജീവിതം തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. എലൈറ്റ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രചാരണമാണ് നടക്കുന്നത്. പട്ടാമ്പിയിൽ ഗുണ്ടാസംഘത്തിന്റെ വെട്ടേറ്റ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ മരിച്ചു. പെരുമടിയൂർ സ്വദേശി 20 വയസ്സുള്ള നജീബാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം. ഡിവൈഎഫ്ഐയുടെ വില്ലേജ് അംഗമാണ് നജീബ്. കുറച്ചുനാളുകളായി സ്ഥലത്ത് സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നജീബിനെ ഗുണ്ടകൾ ആശുപത്രിയിലെത്തി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നജീബിനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ചാലക്കുടി ദേശീയപാതയിൽ ഞായറാഴ്ചയുണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ആറ്റിങ്ങൽ കൊടുമൺ സ്വദേശി പ്ലാവില പുത്തൻവീട്ടിൽ സതീശന്റെ മകൻ 23 വയസ്സുള്ള ശരത് കുമാറാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. പാലക്കാട് കൊടുനെല്ലി അകത്തിൽ രവിചന്ദ്രൻ സംഭവ ദിവസം മരിച്ചിരുന്നു. കൊടുമണ്ണിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോയിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പട്ടാപ്പകൽ പള്ളിയിലെ ഭണ്ഡാരം മോഷ്ടിക്കാൻ ശ്രമിച്ച കുപ്രസിദ്ധ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചങ്ങരംകുളം വെള്ളിലപ്പറമ്പിൽ രാജീവാണ് പിടിയിലായത്. ഇന്ന് ഉച്ചയോടെ കേച്ചേരി പാറന്നൂർ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ എന്ന വ്യാജേനയാണ് പ്രതിയെത്തിയത്. ഭണ്ഡാരം കുത്തി തുറന്ന് പണം മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാർ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ബൈക്കിൽ രക്ഷപ്പെട്ട രാജുവിനെ തലക്കോട്ടുകര പള്ളിയിൽ വെച്ചാണ് നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയത്. ബൈക്ക് ഇയാൾ മോഷ്ടിച്ചതാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. മാപ്രാണം പള്ളിയിലെ ഭണ്ഡാരം മോഷ്ടിച്ച കേസിൽ 1 വർഷം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രതി 2 മാസം മുൻപ് തൃശൂരിൽ നിന്ന് അഭിഭാഷകന്റെ ബൈക്ക് മോഷ്ടിച്ചിരുന്നു. ഈ ബൈക്കിലാണ് മോഷണത്തിനായി ഇറങ്ങിയത്. പള്ളികളിലെ ഭണ്ഡാരം സ്ഥിരമായി മോഷണം നടത്തുന്ന ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. ബൈക്ക് മോഷണത്തിന് തൃശൂർ വെസ്റ്റ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കുന്നംകുളത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ തൃശൂർ പോലീസിന് കൈമാറും. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയിട്ടും വിജ്ഞാപനം ഇറങ്ങിയില്ല. കഴിഞ്ഞ 18-നാണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനോദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചത്. പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടിട്ടും സ്റ്റേഷൻ അംഗീകരിച്ചുള്ള സർക്കാർ ഉത്തരവ് ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല. ഇത് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. സർക്കാർ അംഗീകാരം ഇല്ലാത്തതിനാൽ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാനോ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താനോ സാധിക്കാത്ത സ്ഥിതിയാണ്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ പേരാമംഗലം പോലീസ് തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ അതിർത്തി നിർണയത്തിൽ തുടരുന്ന തർക്കം പരിഹരിക്കാനുള്ള നടപടിയും ആയിട്ടില്ല. പോലീസ് സ്റ്റേഷന് ഫോൺ സൗകര്യം ഏർപ്പെടുത്താത്തത് പോലീസിന്റെ സഹായം ആവശ്യമുള്ളവർക്ക് തടസ്സമായിരിക്കുകയാണ്. അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി കിണറ്റിൽ വീണ് മരിക്കാനിടയായ സംഭവത്തെ തുടർന്ന് കോളേജിന് നേരെ ആക്രമണം നടത്തിയ വിദ്യാർത്ഥി സംഘത്തിലെ ഒരാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോളേജിലെ 3ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായ മലപ്പുറം തിരുനാവായ എടക്കുളം ചക്കാലിപ്പറമ്പിൽ മുഹമ്മദിന്റെ മകൻ ജംഷാദിനെയാണ് എരുമപ്പെട്ടി SI ടി ശ്രീജിത്ത്, അഡീഷണൽ SI രാജേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. റോയൽ കോളേജിൽ വെള്ളിയാഴ്ച നടന്ന ഓണാഘോഷത്തിനിടയിൽ ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനം നടന്നിരുന്നു. അക്രമാസക്തരായ വിദ്യാർത്ഥികൾ കോളേജിന്റെ മുൻവശത്തെ ചില്ലുകൾ തല്ലി തകർക്കുകയും തടയാൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. കോളേജ് അധികൃതരുടെ പരാതി പ്രകാരം കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഓണവിശേഷങ്ങൾ. ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ്, ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്. ഓണം എന്നത് ഒരു നക്ഷത്രോത്സവമാണെന്ന കാര്യം നാം മറന്നു പോകുകയാണ്. ഓണക്കാലത്ത് മാനത്ത് കാണുന്ന തിരുവോണം എന്ന നക്ഷത്രത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. ചിങ്ങമാസം എന്ന് പറയുമ്പോൾ സൂര്യൻ ചിങ്ങമെന്ന നക്ഷത്രഗണത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും. ഓണത്താരകങ്ങളിൽ അധികവും ദക്ഷിണാകാശത്താണ്. ആകാശഗംഗയുടെ നക്ഷത്രാങ്കിതമായ ഭാഗമാണിത്. ഓണക്കാലത്ത് പാതിരാവോടെ മധ്യാകാശത്ത് കാണപ്പെടുന്ന കൗതുകമാണ് സമ്മർ ട്രയാങ്കിൾ.
മധ്യാകാശത്തെ വിശാലമായ ഈ സമപാർശ്വ ത്രികോണത്തിന്റെ ശീർഷബിന്ദുവാണ് തിരുവോണം. ദിനവും വേഗയുമാണ് മറ്റ് രണ്ടെണ്ണം. ഓണക്കാലത്ത് പാതിരാവോടെ മാനത്തെ മട്ടുപ്പാവിലായി കാണുന്ന നല്ല തിളക്കമുള്ള നക്ഷത്രമാണ് തിരുവോണം. ഗരുഡൻ എന്ന നക്ഷത്രഗണത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണിത്. സൂര്യനേക്കാൾ വലിപ്പമുള്ള ഈ നക്ഷത്രം അറിയപ്പെടുന്ന നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഭ്രമണവേഗം കൂടിയവയിൽ ഒന്നാണ്. 6.5 മണിക്കൂർ കൊണ്ടാണ് അത് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ മധ്യരേഖാതലം പരന്ന് ഏതാണ്ട് ഒരു ഇഡലിയുടെ ആകൃതിയാണ് ഈ നക്ഷത്രത്തിനുള്ളത്. തിരുവോണം ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 17 പ്രകാശവർഷം അകലെയാണ്. അത്തം നാൾ മുതലാണല്ലോ നാം പൂവിട്ട് തുടങ്ങാറ്. അന്ന് സന്ധ്യയ്ക്ക് തെക്ക് പടിഞ്ഞാറൻ മാനത്ത് ചന്ദ്രക്കലയ്ക്കടുത്തായിരിക്കും ഈ ഗണത്തിന്റെ സ്ഥാനം. അടുത്ത ദിവസങ്ങളിൽ യഥാക്രമം ചന്ദ്രക്കല, ചിത്തിര, ചോതി, വിശാഖം തുടങ്ങിയ നക്ഷത്രഗണങ്ങൾക്കടുത്തെത്തും. അവസാനം തിരുവോണം നക്ഷത്രഗണത്തിനടുത്ത് ചന്ദ്രക്കല എത്തുമ്പോൾ മാനത്തും മണ്ണിലും ഓണമാണ്. പോലീസുകാർക്കിടയിലെ കർഷകനും കർഷകർക്കിടയിലെ പോലീസുകാരനുമായി മാറുകയാണ് മാള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ജിജേഷ്. കാക്കിക്കുള്ളിലെ ഈ കർഷകൻ സമ്മിശ്ര കൃഷിയൊരുക്കിയാണ് ഓണത്തെ വരവേൽക്കുന്നത്. ഓണസദ്യയുടെ പ്രധാന വിഭവങ്ങളിലൊന്നായ നാടൻ പയർ കൃഷിയിൽ മികച്ച നേട്ടവുമായാണ് സിവിൽ പോലീസ് ഓഫീസർ ജിജേഷ് ഓണത്തെ സമൃദ്ധിയിലാക്കുന്നത്. കാക്കിക്കുള്ളിലെ ഈ മികച്ച കർഷകൻ വീടിനടുത്തുള്ള 3 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. മാളയ്ക്കടുത്തുള്ള കോൾക്കുന്നിലെ സ്ഥലത്ത് നാടൻ പയർ കൂടാതെ പാവയ്ക്ക, വെണ്ട, വഴുതിന, ഏത്തക്കായ, മുളക്, ചേന തുടങ്ങിയ കൃഷികളും ജിജേഷ് ചെയ്തിട്ടുണ്ട്. കൃഷിയോടുള്ള ജിജേഷിന്റെ താല്പര്യം കണ്ടറിഞ്ഞ് ഒരു സുഹൃത്താണ് 3 ഏക്കറോളം സ്ഥലം കൃഷി ചെയ്യാൻ നൽകിയത്. സമ്മിശ്ര കൃഷി രീതിയാണ് ഇവിടെ നടത്തുന്നത്. മാള സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ജിജേഷ് ജോലിക്ക് ശേഷമുള്ള സമയമാണ് കൃഷിക്കായി നീക്കിവെച്ചിട്ടുള്ളത്. ഉത്രാട ദിവസം നാടൻ പയറിനെ ആവശ്യക്കാർ ഏറുമെന്നാണ് ജിജേഷിന്റെ പ്രതീക്ഷ. നാടൻ പയറും പാവയ്ക്കയും അതുപോലെ തന്നെ വെണ്ട, വഴുതന, വാഴ, ചേന അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങി വരണം എന്നുള്ള അതിനുള്ള ഒരു മോട്ടിവേഷൻ എന്ന നിലയ്ക്കാണ് കൃഷിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. ആവശ്യക്കാർ ഏറുന്നതനുസരിച്ച് വില വർദ്ധിക്കാനാണ് സാധ്യത. കൃഷിയുടെ ആദ്യ പാഠങ്ങൾ അച്ഛൻ നാരായണനാണ് ജിജേഷിനെ അഭ്യസിപ്പിച്ചത്. സംസ്ഥാനത്തെ മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് നേടിയ ജോസഫ് പളനിൽ നിന്നാണ് കൂടുതൽ ലാഭകരമായ കൃഷിരീതികൾ പഠിച്ചത്. ജോലി മാള സ്റ്റേഷനിലേക്ക് മാറിയപ്പോൾ കൃഷി തൽപരനായ CI M സുരേന്ദ്രന്റെ സഹകരണത്തോടെ വിദ്യാലയങ്ങളിലും സ്റ്റേഷനിലും ജിജേഷിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടത്തിയിട്ടുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് ജിജേഷ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജിജേഷിന്റെ പച്ചക്കറിക്ക് എന്നത്തെയും പോലെ ഓണവിപണിയിലും ആവശ്യക്കാർ ഏറെയാണ്. ഓണസദ്യക്ക് ഒഴിവാക്കാനാകാത്ത നാടൻ പയറിനെ ആവശ്യക്കാർ ഏറുന്നതോടെ ജിജേഷിന്റെ ഓണവും സമ്പൽ സമൃദ്ധിയിലാകും. കാഴ്ചക്കുലകൾ ഒരുക്കി പൊന്നോണത്തെ വരവേൽക്കുകയാണ് പാവറട്ടിയിലെ കർഷകർ. ജൈവവളം ഉപയോഗിച്ച് വിളയിച്ച ചെങ്ങാലിക്കോടനും നെടുനേന്ത്രനുമെല്ലാമാണ് കാഴ്ചക്കുലകളിലെ താരം. ഓണവിപണിയെ സജീവമാക്കി പാവറട്ടിയിൽ കാഴ്ചക്കുലകൾ ഒരുങ്ങി. ചെങ്ങാലിക്കോടനോടും നെടുനേന്ത്രനോടുമാണ് ജനങ്ങൾക്ക് കൂടുതൽ പേർക്കും താല്പര്യം. പൊന്നോണത്തിന് മാത്രമായി പ്രത്യേക പരിചരണം നൽകി വിളയിച്ചെടുക്കുന്ന കാഴ്ചക്കുലകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. പ്രത്യേക ജൈവവള പ്രയോഗവും രൂപഭംഗി വർദ്ധിപ്പിക്കാനുള്ള മുൻകരുതലുകളുമാണ് കാഴ്ചക്കുലകളുടെ സവിശേഷത. പഴുത്തു വരുമ്പോൾ പൊന്നിൻ നിറം കൈവരിക്കുന്ന ചെങ്ങാലിക്കോടനും നേന്ത്രനുമാണ് വിപണിയിൽ ആവശ്യക്കാർ ഏറെ. മേൽത്തരം കാഴ്ചക്കുലകൾ സാധാരണ പഴക്കുലകളുടെ 3-4 ഇരട്ടി വിലയ്ക്കാണ് വിറ്റഴിക്കുക. പാവറട്ടി വടക്കൂട്ട് കൊച്ചപ്പൻ മകൻ ജോർജിന്റെ വാഴത്തോട്ടത്തിൽ ചെങ്ങാലിക്കോടൻ വാഴക്കുലകളുടെ വിളവെടുപ്പ് തുടങ്ങി. 50 വർഷത്തോളമായി പച്ചക്കറി വിൽപ്പനയിൽ സജീവമായിരുന്ന 63-കാരനായ ജോർജ് 2 വർഷം മുമ്പാണ് കാഴ്ചക്കുലകളുടെ കൃഷിമേഖലയിലേക്ക് എത്തിയത്. ചാണകവും ഗോമൂത്രവും എല്ലുപൊടിയും അടക്കമുള്ള ജൈവവളം ഉപയോഗിച്ചാണ് ജോർജിന്റെ വാഴകൃഷി. പിതാവിനൊപ്പം മക്കളായ തോംസണും ജിംസണും ജൈവകൃഷിക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. ചേലക്കരയിൽ നിന്നും പ്രത്യേകമായി കൊണ്ടുവന്ന വാഴക്കന്നുകൾ ഉപയോഗിച്ച് അത്തം ഞാറ്റുവേലയിലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് വാഴകൃഷി ആരംഭിക്കുക. ജോർജിന്റെ വാഴത്തോട്ടത്തിലെ വാഴക്കുലകൾ നേരിട്ട് കണ്ട് ഓണത്തിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരും മൂലം പൂരാടം നാളുകളിൽ കാഴ്ചക്കുലകൾക്കായി എത്തുന്നവരും നിരവധിയാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഓണവിപണിയിൽ ചെങ്ങാലിക്കോടനും നെടുനേന്ത്രനും വില കുറവാണ്. ഓണം അടുക്കുമ്പോൾ വിപണിയിൽ ഇനിയും വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാഴ്ചക്കുലകൾ ഒരുക്കിയ കർഷകർ. ഓണവിശേഷങ്ങൾ
നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ് ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്. പണമിടപാട് സംബന്ധിച്ച് യുവാവിനെ മർദ്ദിച്ച കേസിലെ പ്രതിയെ LP സ്ക്വാഡ് അംഗങ്ങൾ പിടികൂടി. ആനക്കല്ല് സ്വദേശി ചക്കാലയ്ക്കൽ സലീഷാണ് അറസ്റ്റിലായത്. CPO ശശിധരൻ, വിനോദ് N. ശങ്കർ, പ്രീബു എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ഹൈഡൽ ടൂറിസത്തിന്റെ ഭാഗമായി പെരിങ്ങൽകുത്ത് ഡാമിൽ വീണ്ടും ബോട്ടിംഗ് ആരംഭിച്ചു. VD ദേവസി MLA ഫ്ളാഗ് ഓഫ് നടത്തി. KCB ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PR സുരേഷ്, ഡാം സേഫ്റ്റി എഞ്ചിനീയർ G. മിനി എന്നിവർ സംസാരിച്ചു. വിനോദസഞ്ചാരികൾക്കായി 2 ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. 5 പേർക്ക് സഞ്ചരിക്കാൻ സൗകര്യമുള്ള ബോട്ടിന് 15 മിനിറ്റിന് 750 രൂപ നൽകണം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് സഞ്ചാര സമയം. 3 വർഷം മുൻപ് ഇവിടെ ബോട്ടിംഗ് നടത്തിയെങ്കിലും സുരക്ഷാ കാരണത്താൽ പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു. കൗൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടത്തുന്ന പ്രതീകാത്മക ഭിക്ഷാടന സമരം 2 ദിവസം പിന്നിട്ടു. മേയറും സംഘവും അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ച് ഇന്നലെയും ജോൺ കാഞ്ഞിരത്തിങ്കൽ ഭിക്ഷാടന സമരം നടത്തിയിരുന്നു. മേയറും കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള അഴിമതി സംഘത്തിന് നൽകാനാണ് താൻ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ തുണി വിരിച്ച് ഭിക്ഷയെടുക്കുന്നതെന്ന് ജോൺ കാഞ്ഞിരത്തിങ്കൽ പറഞ്ഞു. 34 അനധികൃത നിർമ്മാണങ്ങളുടെ ഫോട്ടോ സഹിതം തെളിവ് നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. റിലയൻസിന് നഗരത്തിന്റെ ആകാശവും ഭൂമിയും വിൽപ്പന നടത്തി കോടികളുടെ അഴിമതിയാണ് മേയറും സംഘവും നടത്തിയിട്ടുള്ളതെന്നും ജോൺ കാഞ്ഞിരത്തിങ്കൽ ആരോപിച്ചു. ഭിക്ഷാടന സമരം നാളെ സമാപിക്കും. പെരിഞ്ഞനം 3 പീടികയിൽ നിന്ന് 1/4 കിലോ കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. ശ്രീനാരായണപുരം പുതുവീട്ടിൽ സുഭാഷിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. തീരമേഖലയിൽ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതായി എക്സൈസ് അധികൃതർ പറഞ്ഞു. നേരത്തെ ചില അടിപിടി കേസുകളിൽ ഇയാൾ പ്രതിയായിരുന്നു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് നമ്പ്യാർ, പ്രിവന്റീവ് ഓഫീസർമാരായ അബ്ദുൽ ജബ്ബാർ, ഗോവിന്ദൻ, വിൽസൺ, ദിനേശ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഓണത്തോടനുബന്ധിച്ച് എക്സൈസ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിലാണ് സുഭാഷ് പിടിയിലായത്. കൊച്ചി രാജകുടുംബാംഗത്തിന് ഉത്രാടക്കിഴി നൽകി. കടുപ്പശ്ശേരി സ്വദേശി കൊട്ടാരമഠത്തിൽ രാമവർമ്മ തിരുമുൽപ്പാടിന്റെ ഭാര്യ ലീല തമ്പായിക്കാണ് സർക്കാരിന്റെ ഉത്രാടക്കിഴി നൽകിയത്. രാജ്യഭരണം അവസാനിച്ചതോടെ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം തായ്വഴിയിൽ ഉള്ളവർക്ക് ഓണം പോലുള്ള വിശേഷങ്ങളിൽ ചെറിയ തുക നൽകാറുണ്ട്. സ്റ്റേറ്റ് ചാരിറ്റി ശ്രീരാമവർമ്മ എൻഡോമെന്റ് ഫണ്ടിൽ നിന്നാണ് ഉത്രാടക്കിഴി നൽകുന്നത്. ആദ്യകാലങ്ങളിൽ നാമമാത്ര തുകയായിരുന്നു എങ്കിലും കഴിഞ്ഞ 3 വർഷങ്ങളായി 1000 രൂപയാണ് നൽകുന്നത്. കടുപ്പശ്ശേരി വില്ലേജ് ഓഫീസർ M. ജയന്തി ലീല തമ്പായിയുടെ വീട്ടിലെത്തി കിഴി നൽകി. വില്ലേജ് ഉദ്യോഗസ്ഥരായ MK മുരളി, PT രഘുനാഥൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടന്നു. കോർപ്പറേഷനിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര താരം ലെന ഉദ്ഘാടനം ചെയ്തു. മേയർ രാജൻ ചെപ്പല്ലൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തേർമ്പിൽ രാമകൃഷ്ണൻ MLA ഓണസന്ദേശം നൽകി. ഡെപ്യൂട്ടി മേയർ PV സരോജിനി, മുൻ മേയർ IP പോൾ, പ്രതിപക്ഷ നേതാവ് PA പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. പുലിക്കളി സംഘങ്ങൾക്കുള്ള ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. തൃശ്ശീവപേരൂർ സത്സംഗന്റെ ആഭിമുഖ്യത്തിൽ ചിറ്റിലപ്പള്ളി ശാന്തിനികേതൻ ക്യാൻസർ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ക്യാൻസർ എന്ന രോഗദുരിതത്തെ മറന്ന് ശാന്തിനികേതനിലെ അന്തേവാസികൾ ഒത്തൊരുമിച്ച് ഓണപ്പാട്ടും ഓണസദ്യയുമായി ആഘോഷം കെങ്കേമമാക്കി. PK ബിജു MP മുഖ്യാതിഥിയായി എത്തിയത് അന്തേവാസികൾക്ക് സന്തോഷമായി. ഇവർക്കൊപ്പം ഓണസദ്യയും കഴിച്ച് ഏവർക്കും ഓണാശംസകളും നേർന്നാണ് MP മടങ്ങിയത്. അന്തേവാസികൾക്ക് ഓണസമ്മാനവും വിതരണം ചെയ്തു. സത്സംഗ് പ്രസിഡന്റ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആനപ്പാട്ട്, സത്സംഗ് അംഗങ്ങളായ VP ജോസഫ്, ആന്റണി പോട്ടോക്കാരൻ, നിഖിൽ ജോസഫ്, പ്രതാപ് വർക്കി, ബിജു മാറോക്കി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ശാന്തിനികേതൻ സിസ്റ്റർ സുപ്പീരിയർ ലിസ് മരിയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പും സർവശിക്ഷാ അഭിയാനും സംയുക്തമായി നടപ്പിലാക്കിയ ഫോക്കസ് 2015 പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് പ്രഥമ സ്ഥാനം ലഭിച്ച ജില്ലയ്ക്കും മികച്ച നേട്ടം കൈവരിച്ച സ്കൂളുകൾക്കുമുള്ള അനുമോദനം തൃശൂരിൽ നടന്നു. ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് തേർമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ M. ഉസ്മാൻ ഫോക്കസ് വിദ്യാലയങ്ങളെയും ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ RP ബഷീർ മികച്ച BRCകളെയും ആദരിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ CN സന്തോഷ്, ജോർജ് ഇഗ്നേഷ്യസ്, ഡോക്ടർ ബാബു, മധുമതി, ഡോക്ടർ BH ഹെലൻ, ജോയ്, സുഭാഷ് C. കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫോക്കസിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യം മൂലം BOT ടോൾ കമ്പനികൾ നിരക്ക് കുറയ്ക്കുന്നു. പാലിയേക്കരയിലെ ടോൾ പിരിവിൽ കാറുകൾക്കും വലിയ വാഹനങ്ങൾക്കും ഒഴികെയുള്ള വാഹനങ്ങൾക്കാണ് നിരക്ക് കുറയുന്നത്. 10 രൂപ മുതൽ 15 രൂപ വരെ നിരക്ക് കുറയും. ദേശീയപാത അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കിയത്. സെപ്റ്റംബർ 1 പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. ആദ്യമായാണ് പാലിയേക്കരയിൽ
ടോൾ നിരക്കിൽ കുറവ് വരുത്തുന്നത്. വാടക വീട്ടിൽ കഴിയുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലെ സ്വർണ്ണ മെഡൽ ജേതാവ് PA അതുല്യയ്ക്ക് പത്മശ്രീ ഡോക്ടർ MA യൂസഫലി വീട് നിർമ്മിച്ച് നൽകും. നാട്ടിക ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച 2 വീടുകളിൽ ഒന്നാണ് അതുല്യയ്ക്ക് സമ്മാനിക്കുന്നത്. സംസ്ഥാന ഇന്റർ ക്ലബ് മീറ്റിൽ വിജയിച്ച താരങ്ങൾക്ക് നാട്ടിക സ്പോർട്സ് അക്കാദമി നൽകിയ സ്വീകരണ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കലാണ് പുതിയ വീടിനായി അതുല്യയെ തെരഞ്ഞെടുത്ത വിവരം പ്രഖ്യാപിച്ചത്. പത്മശ്രീ ഡോക്ടർ യൂസഫലി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ 2 നിർധനർക്ക് വീടുകൾ നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാന സ്കൂൾ മീറ്റിന് പിന്നാലെ ഇന്റർ ക്ലബിലും സുവർണ്ണ നേട്ടം കൊയ്ത സാഹചര്യത്തിലാണ് അതുല്യയെ വീടിനായി തെരഞ്ഞെടുത്തത്. അതുല്യയ്ക്ക് വീട് വെക്കുന്നതിനായി സ്ഥലം വാങ്ങുന്നതിലേക്ക് 1 ലക്ഷം രൂപ അനുവദിക്കുമെന്നും അനിൽ പുളിക്കൽ അറിയിച്ചു. സ്ഥലം വാങ്ങുന്നതിനായുള്ള ബാക്കി തുക സമാഹരിക്കാനുള്ള തീരുമാനത്തിലാണ് ഫിഷറീസ് സ്കൂൾ അധികൃതരും കായിക പ്രേമികളും. കിണറ്റിൽ വീണ അമ്മയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ മകനും മുങ്ങിത്താഴ്ന്നു. ഒടുവിൽ ഫയർഫോഴ്സ് എത്തി ഇരുവരെയും കരയ്ക്ക് കയറ്റി രക്ഷിച്ചു. കരിക്കൽക്കുന്ന് തയ്യിൽ കൃഷ്ണന്റെ ഭാര്യ 45 വയസ്സുള്ള ഓമനയാണ് വെള്ളം കോരുന്നതിനിടെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണത്. സംഭവം കണ്ടുനിന്ന മകൻ കിഷോർ കിണറ്റിലേക്ക് ഇറങ്ങിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. ഒടുവിൽ കിഷോറും വെള്ളത്തിൽ താഴ്ന്നു. ഇതിനിടെ വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സാണ് ഇരുവരെയും കരയ്ക്ക് കയറ്റിയത്. നേത്രദാന പക്ഷാചരണത്തിന്റെ ജില്ലാതല പരിപാടിക്ക് തുടക്കമായി. തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ K ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, TMO ഡോക്ടർ സുഹിത തുടങ്ങിയവർ സംസാരിച്ചു. രോഗങ്ങളാൽ വലയുന്ന കുരുന്നുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കൈത്താങ്ങാകുന്ന സൊലസ് എന്ന ജീവകാരുണ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പൊങ്കുന്നം പുഷ്പഗിരിയിൽ നടന്ന സംഗമത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സൊലസ് പ്രസിഡന്റ് ഡോക്ടർ E ദിവാകരൻ, സെക്രട്ടറി ഷീബ അമീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. ചെന്നൈ സ്വദേശിയും കാത്തലിക് സിറിയൻ ബാങ്ക് ചെയർമാനുമായ സന്താനകൃഷ്ണനാണ് പ്രതീകാത്മകമായി ആനയെ നടയിരുത്തിയത്. ദേവസ്വത്തിലെ കൊമ്പൻ ഗോപിക്കണ്ണനെ ചടങ്ങിനായി നിയോഗിച്ചു. ക്ഷേത്രം ഊരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തോട്ടിയും കോലും അവകാശികളായ കണ്ടിയൂർ പട്ടത്ത് നമ്പീശനും മാതേമ്പാട്ട് നമ്പ്യാർക്കും കൈമാറി. മാതേമ്പാട്ട് നമ്പ്യാർ പാപ്പന്മാർക്ക് കൈമാറിയതോടെ നടയിരുത്തൽ ചടങ്ങുകൾക്ക് പൂർത്തിയായി. വാണിജ്യം. നിത്യോപയോഗ സാധനങ്ങളുടെ കമനീയ ശേഖരവുമായി അപെക്സ് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞാണി റോഡിൽ ചേറ്റുപുഴ ആമ്പക്കാട് മൂലയ്ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച അപെക്സ് സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA നിർവഹിച്ചു. കൗൺസിലർ സുനന്ദ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ അഡ്വക്കേറ്റ് MK മുകുന്ദൻ ആദ്യ വിൽപ്പന നടത്തി. കൗൺസിലർ റീന ജോയ്, ജില്ലാ ഫാർമേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് A പ്രസാദ്, അപെക്സ് സൂപ്പർ മാർക്കറ്റ് പ്രൊപ്പറേറ്റർ നോബി നോവർ, പൊതുപ്രവർത്തകൻ CV ജോയ് എന്നിവർ സംസാരിച്ചു. പഴം, പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്തി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് അപെക്സ് സൂപ്പർ മാർക്കറ്റ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 1 രാത്രി 8 വരെ അപെക്സ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1000 രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഓരോ സമ്മാന കൂപ്പൺ ലഭിക്കും. ഇതിൽ നിന്ന് തെരഞ്ഞെടുത്തവർക്ക് ഗോൾഡ് കോയിൻ ഉൾപ്പെടെ ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനം പ്രമാണിച്ച് 3% ഡിസ്കൗണ്ടും ഉപഭോക്താക്കൾക്ക് അപെക്സ് സൂപ്പർ മാർക്കറ്റ് ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9744663383. ഓണാഘോഷം കെങ്കേമമാക്കാൻ ഫോണസദ്യയൊരുക്കി എവരുടെയും ശ്രദ്ധയാകർഷിക്കുകയാണ് തൃശൂർ കുറുപ്പം റോഡിലെ സ്മാർട്ട് ഫോൺ കലവറയായ ഏഷ്യൻ ചോയ്സ്. വിപണി കീഴടക്കാനെത്തിയ ലോകോത്തര ബ്രാൻഡുകളുടെ പുതുപുത്തൻ സ്മാർട്ട് ഫോണുകളുമായാണ് ഏഷ്യൻ ചോയ്സ് ഓണവിപണിയെ സജീവമാക്കിയിരിക്കുന്നത്. സാംസങ്, സോണി, മൈക്രോമാക്സ്, മൈക്രോസോഫ്റ്റ് ഐഫോൺ, LG, ലാവ, ലെനോവോ, ഓപ്പോ, ജിയോൺ എന്നിവയുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഓണ ആവേശത്തിനൊപ്പം ഷോറൂമിലെ ഓരോ പർച്ചേസിനും ഉറപ്പായ ഓണ സമ്മാനവും ലഭ്യമാകുന്നു. മെഗാ സമ്മാനമായി ഓരോ ബ്രാൻഡുകൾക്കും ഇന്നോവ കാർ, ഗോൾഡ് കോയിനുകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയവയും നൽകുന്നുണ്ട്. സാംസങ്ങിന്റെ സ്പെഷ്യൽ ആമാടപ്പെട്ടി ഓഫർ ഓണവിപണിയിലെ മറ്റൊരു ആകർഷണമാണ്. ഇതിനു പുറമെ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറുകളും വിപണിയെ ശ്രദ്ധേയമാക്കുന്നു. ഉപഭോക്താക്കൾക്ക് 0 ഇൻട്രസ്റ്റിലൂടെ 1000 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാനുള്ള അവസരവും ഏഷ്യൻ ചോയ്സ് ഒരുക്കിയിട്ടുണ്ട്. സംശുദ്ധ സ്വർണ്ണാഭരണങ്ങളുമായി സാംസ്കാരിക നഗരിയിലെത്തിയ ഗുഡ്വിൻ ജ്വല്ലേഴ്സ് അത്യപൂർവമായ ആഭരണ കളക്ഷനുകളുമായാണ് ഓണത്തെ വരവേൽക്കുന്നത്. 22 വർഷത്തെ സുവർണ പാരമ്പര്യമുള്ള ഗുഡ്വിൻ ഗ്രൂപ്പിന്റെ 10ാമത്തേതും കേരളത്തിലെ ആദ്യത്തേതുമായ തൃശൂർ കുറുപ്പ് റോഡിലെ ഗുഡ്വിൻ ജ്വല്ലേഴ്സിൽ വൈവിധ്യമാർന്ന ആഭരണ കളക്ഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ പരമ്പരാഗത ഡിസൈനുകൾ കൂടാതെ നോർത്ത് ഇന്ത്യൻ ഡിസൈനുകളും പ്രശസ്തമായ കുന്തൻ കളക്ഷനുകളും പീക്കോ കളക്ഷനുകളും ഗുഡ്വിന്റെ പ്രത്യേകതയാണ്.
കേരളീയർക്ക് അപരിചിതമായ നിരവധി ആഭരണ കളക്ഷനുകളാണ് ഓണത്തിനോടനുബന്ധിച്ച് ഗുഡ്വിൻ ജ്വല്ലേഴ്സിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഗുഡ്വിൻ ഗ്രൂപ്പ് ജനറൽ മാനേജർ PG ബൈജു പറഞ്ഞു. ഗുഡ്വിൻ ജ്വല്ലേഴ്സിൻ്റെ 10ാമത് ഷോറൂമായ തൃശ്ശൂർ ഷോറൂമിൽ നമ്മുടെ മലയാളികളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്സവമായ ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇമ്പോർട്ടഡ് കളക്ഷനുകളുടെയും അതുപോലെ തന്നെ കേരളത്തിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കളക്ഷനുകളുടെയും ഒരുപാട് ശേഖരങ്ങൾ നമ്മൾ തൃശ്ശൂർ ഷോറൂമിൽ ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആണ്. അപൂർവമായ ഹാൻഡി കളക്ഷനുകളും ടെമ്പിൾ കളക്ഷനുകളും കൂടാതെ ഡയമണ്ട് ആഭരണങ്ങളുടെയും ആകർഷകമായ ശേഖരമാണ് ഗുഡ്വിൻ ജ്വല്ലേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം യഥാർത്ഥ പണിക്കൂലിയിൽ സംശുദ്ധ ആഭരണങ്ങളും മികച്ച സേവനവുമാണ് ഗുഡ്വിൻ ജ്വല്ലേഴ്സ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീഡിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2560, വെള്ളി 10 ഗ്രാമിന് 400, തങ്കം ഗ്രാമിന് 2747. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ചാവക്കാട് ഹനീഫ വധക്കേസിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെയും കോൺഗ്രസ് നേതാവ് ഗോപപ്രതാപനെതിരെയും ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ. തൃശൂരിൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും പിന്നിൽ ഗുണ്ടാ സംഘങ്ങളുണ്ടെന്നും ഗോവിന്ദൻ. കുമ്മാട്ടിക്കളി സംഘങ്ങൾക്ക് കോർപ്പറേഷൻ പ്രഖ്യാപിച്ച ധനസഹായം നൽകാത്തതിൽ പ്രതിഷേധം. കോർപ്പറേഷൻ ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറാകണമെന്നും കുമ്മാട്ടി സംഘങ്ങൾ. ഓണത്തിന്റെ മറവിൽ കടൽ മാർഗം വ്യാജമദ്യ സ്പിരിറ്റ് കടത്തുന്നത് തടയാൻ മിന്നൽ പരിശോധന. കടലിൽ പരിശോധന നടത്തുന്നത് മറൈൻ എൻഫോഴ്സ്മെന്റും എക്സൈസ് സംഘവും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉത്രാട കാഴ്ചക്കുല സമർപ്പിക്കാനും തിരുവോണ സദ്യയുണ്ണാനുമായി ആയിരങ്ങൾ കണ്ണന്റെ തിരുസന്നിധിയിലെത്തും. വിഷരഹിത പച്ചക്കറി ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. ഭക്ഷണപദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്ന ശീലം മലയാളികൾക്ക് മുൻപുണ്ടായിരുന്നില്ലെന്നും പന്ന്യൻ. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ശുഭരാത്രി.